ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് നമ്മുടെ HSC ജനറൽ പാർട്ടിൻ്റെ ഇന്ത്യൻ റിനൈസൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള അടുത്തൊരു ടോപ്പിക്കാണ് നോക്കുന്നത്. റൗണ്ട് ടേബിൾ കോൺഫറൻസസ്, വട്ടമേശ സമ്മേളനങ്ങൾ കേട്ടോ. അപ്പോൾ 1930, 31, 32 വർഷങ്ങളിലാണ് വട്ടമേശ സമ്മേളനങ്ങൾ നടക്കുന്നത്. 3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വട്ടമേശ സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന റാംസെ മെക്ഡൊണാൾഡ് ആണ് കേട്ടോ. റാംസെ മെക്ഡൊണാൾഡ് ആണ് 1930 എന്ത് ചെയ്യുന്നത്, റൗണ്ട് ടേബിൾ കോൺഫറൻസ് വിളിച്ചു കൂട്ടുന്നത്. അപ്പോൾ ടു ഡിസ്കസ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് ആൻഡ് ടു ഔട്ട്ലൈൻ ദ ഫ്യൂച്ചർ. ഇപ്പോൾ സൈമൺ കമ്മീഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്ന് ആ റിപ്പോർട്ടിൻ്റെ റെക്കമെൻഡേഷൻസ് നോക്കാനും അതുപോലെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് എന്ത് ചെയ്യുന്നു, വട്ടമേശ സമ്മേളനങ്ങൾ വിളിച്ചു കൂട്ടുന്നു. അപ്പോൾ സൈമൺ കമ്മീഷൻ 1930 റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. അതിനെ തുടർന്നാണ് റാംസെ മെക്ഡൊണാൾഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വിളിച്ചു കൂട്ടുന്നത്. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വാസ് ഓപ്പൺഡ് ഒഫീഷ്യലി ബൈ കിങ് ജോർജ് അഞ്ചാമൻ കേട്ടോ. കിങ് ജോർജ് അഞ്ചാമനാണ് ഒഫീഷ്യലി അത് എന്ത് ചെയ്യുന്നത്, ഓപ്പൺ ചെയ്യുന്നത്, റൗണ്ട് ടേബിൾ കോൺഫറൻസ് ഇനാഗുറേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാം. എന്നായിരുന്നു 1930 നവംബർ 12 കേട്ടോ. 1930 നവംബർ 12 കേട്ടോ. കിങ് ജോർജ് അഞ്ചാമനാണ്. ദ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വാസ് അറ്റൻഡഡ് ബൈ തേജ് ബഹദൂർ സപ്രു, BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന. ആ പേരുകൾ ഓർത്തിരിക്കുക. ഒന്നാം വട്ടമേശ സമ്മേളനം അറ്റൻഡ് ചെയ്ത പ്രമുഖ കാര്യമാണ് പറയുന്നത്. തേജ് ബഹദൂർ സപ്രു, BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന തുടങ്ങിയവരൊക്കെ ഒന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. 1930 നവംബർ 12 മുതൽ 1931 ജനുവരി 19 വരെയാണ് ഒന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത്. ആ ഡേറ്റ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും ഓർത്തിരിക്കുക. 1930 നവംബർ 12 മുതൽ 1930 ജനുവരി 19 വരെ. അംബേദ്കർ ഡിമാൻഡഡ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് ഫോർ ഡിപ്രസ്ഡ് ക്ലാസസ് ഇൻ ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ഇപ്പോൾ ഒന്നാം വട്ടമേശ സമ്മേളനത്തിലാണ് ഡിപ്രസ്ഡ് ക്ലാസസിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഇലക്ടറേറ്റ് വേണമെന്ന് അംബേദ്കർ ആവശ്യപ്പെടുന്നത്. അപ്പോൾ എത്രാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് അംബേദ്കർ ഡിപ്രസ്ഡ് ക്ലാസസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണമെന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യനായിട്ട് തരാം. അപ്പോൾ ഒന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് അംബേദ്കർ എന്ത് ചെയ്യുന്നത്, ഡിപ്രസ്ഡ് ക്ലാസസിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണമെന്ന ആവശ്യം ഉന്നയിക്കുന്നത്. ഇനി ദ സെക്കൻഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് വാസ് ഹെൽഡ് ബിറ്റ്വീൻ 7th സെപ്റ്റംബർ ആൻഡ് 1st ഡിസംബർ 1931. അപ്പോൾ 1931 രണ്ടാം വട്ടമേശ സമ്മേളനം നടക്കുന്നത്. നമ്മുടെ ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏത്, അല്ലെങ്കിൽ INCയുടെ പ്രതിനിധിയായിട്ടൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പങ്കെടുത്തത് ഏത് എന്നൊക്കെ ചോദിച്ചാൽ രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. അതുപോലെ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏത് എന്ന് ചോദിച്ചാലും രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. The third and the last round table conference was held between 17th November and 24th December 1932. മൂന്നാമത്തേതും അവസാനത്തേതുമായ വട്ടമേശ സമ്മേളനം നടക്കുന്നത് 1932 അത് നവംബർ 17 മുതൽ ഡിസംബർ 24 വരെയാണ് മൂന്നാം വട്ടമേശ സമ്മേളനം നടക്കുന്നത്. കോൺഗ്രസ് ഡിഡ് നോട്ട് ടേക്ക് പാർട്ട് ഇൻ തേർഡ് റൗണ്ട് ടേബിൾ കോൺഫറൻസ്. അപ്പോൾ INC എന്ത് ചെയ്തില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് എന്ത് ചെയ്തില്ല, മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. അപ്പോൾ കോൺഗ്രസ് പങ്കെടുക്കാത്ത വട്ടമേശ സമ്മേളനം ഏതെന്ന് എടുത്ത് ചോദിച്ചാൽ അത് മൂന്നാമത്തേതാണ്. ആദ്യത്തേതിൽ കോൺഗ്രസ് റെപ്രസെൻ്റ് ചെയ്തിട്ട് നമ്മുടെ അംബേദ്കർ ഒക്കെ ഉണ്ടായിരുന്നു. ഗാന്ധിജി പങ്കെടുത്തത് ഏതെന്ന് എടുത്ത് ചോദിച്ചാൽ അത് രണ്ടാമത്തേതാണ്. കോൺഗ്രസ് പങ്കെടുക്കാത്തത് ഏത് എന്നെടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൂന്നാമത്തെ വട്ടമേശ സമ്മേളനത്തിലാണ് കോൺഗ്രസ് പങ്കെടുക്കാത്തത്. ഇനി ഈ 3 വട്ടമേശ സമ്മേളനങ്ങളും അറ്റൻഡ് ചെയ്ത പ്രമുഖ വ്യക്തികളുടെ പേര് ഓർത്തിരിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഡോക്ടർ BR അംബേദ്കറും തേജ് ബഹദൂർ സപ്രു അതുപോലെ MR ജയകാർ തുടങ്ങിയ പ്രമുഖർ 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തിരുന്നു. ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹദൂർ സപ്രു, MR ജയകാർ തുടങ്ങിയവർ. In 1933, British government issued a white paper which became the basis of the enactment of the Government of India Act 1935. അങ്ങനെ 1933 ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു വൈറ്റ് പേപ്പർ ഇഷ്യൂ ചെയ്യുകയാണ്. അതാണ് നമ്മുടെ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ടിന് വഴിതെളിക്കുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് എത്രയാണ് വട്ടമേശ സമ്മേളനങ്ങൾ റിലേറ്റ് ചെയ്ത് പറയുന്നത്. ഇനി ഈ വട്ടമേശ സമ്മേളനത്തിന്
മുന്നോടിയായിട്ട് ഒരു ഗാന്ധി ഇർവിൻ പാക്റ്റ് നടക്കുന്നുണ്ട്. ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി നടക്കുന്നത്. ഗാന്ധിജി രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ലണ്ടനിൽ പങ്കെടുക്കുന്നതിന് തൊട്ട് മുൻപാണ് ഗാന്ധിജിയും ഇർവിൻ പ്രഭുവുമായിട്ട് ചേർന്ന് ഒരു കരാറിൽ ഏർപ്പെടുകയാണ്. ഓൺ 5 March 1931, Gandhi and Lord Irwin signed an agreement before the second round table conference in London. ലണ്ടനിൽ വെച്ച് നടന്ന രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയും ലോർഡ് ഇർവിനും എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടുകയാണ്. അത് ഗാന്ധി ഇർവിൻ ഉടമ്പടി അല്ലെങ്കിൽ ഗാന്ധി ഇർവിൻ പാക്ട് എന്നാണ് അറിയപ്പെടുന്നത്. 1932 As per this agreement, Gandhiji discontinued the civil disobedience movement and agreed to attend the second round table conference. ഈ ഉടമ്പടിയെ തുടർന്ന് ഗാന്ധിജി എന്ത് ചെയ്യുന്നു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് നിർത്തിവെക്കാമെന്ന് വാക്ക് കൊടുക്കുകയും രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് ഉറപ്പു നൽകുകയുമാണ് ചെയ്യുന്നത്. ഇതിനെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. പക്ഷേ ആ ഒരു രണ്ടാം വട്ടമേശ സമ്മേളനം പരാജയപ്പെട്ടതോടുകൂടി ഗാന്ധിജി വീണ്ടും ഈ സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയായിരുന്നു. The chief advisor of Gandhiji during second round table conference was Madan Mohan Malviya. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്ന പ്രമുഖൻ അല്ലെങ്കിൽ ചീഫ് അഡ്വൈസർ ആരാണെന്ന് ചോദിച്ചാൽ അത് മദൻ മോഹൻ മാളവ്യയാണ്. ഇതിനടുത്ത് ഇമ്പോർട്ടൻ്റ് ആണ് കമ്മ്യൂണൽ അവാർഡ്. കമ്മ്യൂണൽ അവാർഡ് 1932 കേട്ടോ. 1932 ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931 കമ്മ്യൂണൽ അവാർഡ് 1932. The communal award was basically a proposal on minority representation. അപ്പോൾ മൈനോറിറ്റി റെപ്രസെൻറ്റേഷന് വേണ്ടിയിട്ടുള്ളതായിരുന്നു കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയുന്നത്. എ certain number of സീറ്റ്സ് ആണ് കേട്ടോ, സീഡല്ല, സീറ്റുകൾ ഓക്കെ. എ certain number of seats were allotted to Muslims, Europeans, Sikhs and depressed classes. മുസ്ലിങ്ങൾക്കും യൂറോപ്യൻസിനും സിഖുകാർക്കും അതുപോലെ ഡിപ്രസ്ഡ് ക്ലാസസിനുമായിട്ട് കുറച്ചധികം സീറ്റുകൾ എന്ത് ചെയ്തു, അലോട്ട് ചെയ്തു. The members of these communities were to vote in separate constituencies. ഇവർക്ക് വോട്ട് ചെയ്യാനായിട്ട് പ്രത്യേക മണ്ഡലങ്ങളും ഉണ്ടായിരുന്നു. ഓക്കെ. Protesting against a communal award, Gandhiji undertook a fast unto death in the Yerwada jail. അപ്പോൾ ഗാന്ധിജിക്ക് എന്താണ്, കമ്മ്യൂണൽ അവാർഡിനെതിരായിരുന്നു. അങ്ങനെ റെപ്രസെൻറ്റേഷൻ ഒന്നും വേണ്ട, എല്ലാവർക്കും ഒരുപോലെയാണ്. റെപ്രസെൻറ്റേഷൻ കൊടുത്ത് ഇവർക്ക് പ്രത്യേക ഇലക്ട്രേറ്റ് ഒക്കെ ആയിരുന്നു അന്ന്. ഇത്തരം ഇവരൊക്കെ ആയിരുന്നു കൂടുതൽ. അപ്പോൾ ഇവരൊക്കെ പൊതുവായിട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പരാജയപ്പെടുമോ എന്ന് ഭയന്നിട്ട് ഇവർക്ക് പ്രത്യേക കോൺസ്റ്റിറ്റ്യുവൻസീസ് ഒക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അത് സമൂഹത്തിൽ അത്ര നല്ല കാര്യമല്ല എന്ന് തോന്നിയ ഗാന്ധിജി എന്ത് ചെയ്തു, ആ സമയം യെർവാഡ ജയിലിലായിരുന്നു. യെർവാഡ ജയിലിൽ വെച്ചിട്ട് ഒരു മരണം വരെ നിരാഹാരത്തിന് മുതിരുകയാണ് ചെയ്തത്. ഗാന്ധിജി എന്ത് പറഞ്ഞു, കമ്മ്യൂണൽ അവാർഡ് വേണ്ട, കമ്മ്യൂണൽ അവാർഡ് മാറ്റുന്നത് വരെ മരണം വരെ നിരാഹാരം ചെയ്യുവാനാണ് ഞാൻ പോകുന്നത്. ദ ഔട്ട്കം ഓഫ് ദിസ് വാസ് പൂന പാക്ട്. അങ്ങനെ ഗാന്ധിജിയുടെ ഈ നിരാഹാരം എന്തിലേക്ക് എത്തിക്കുന്നു, പൂന ഉടമ്പടിയിലേക്ക് എത്തിക്കുന്നു, പൂന പാക്റ്റിലേക്ക് എത്തിക്കുന്നു. അത് 1932 ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ മഹാത്മാഗാന്ധി ആൻഡ് BR അംബേദ്കർ. ഗാന്ധിജിയും BR അംബേദ്കറുമാണ് പൂന പാക്ട് എന്ന് ഓർത്തിരിക്കുക. ഗാന്ധിജിയും ഇർവിൻ പ്രഭുവുമാണെങ്കിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടി, അത് എളുപ്പമാണ്, പക്ഷേ ഇയർ ഓർത്തിരിക്കുക. 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി നടക്കുന്നത്. പൂന പാക്ട് നടക്കുന്നത് 1932 ഗാന്ധിജിയും നമ്മുടെ BR അംബേദ്കറുമാണ് യെർവാഡ ജയിലിൽ, പൂനെയിലെ യെർവാഡ ജയിലിലാണ് ഈ ഒരു പൂന പാക്ട് നടക്കുന്നത്. ഇറ്റ് വാസ് സൈൻഡ് ബൈ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ ഓൺ ബിഹാഫ് ഓഫ് ഗാന്ധിജി ആൻഡ് BR അംബേദ്കർ. അപ്പോൾ ഇത് സൈൻ ചെയ്തത് ആരാണ്, ഈ ഒരു പൂന പാക്ട് സൈൻ ചെയ്തത് ഗാന്ധിജിയും നമ്മുടെ മദൻ മോഹൻ മാളവ്യയാണ്. ഗാന്ധിജിയുടെയും BR അംബേദ്കറിൻ്റെയും സാന്നിധ്യത്തിൽ നമ്മുടെ മദൻ മോഹൻ മാളവ്യ ഈ പൂന പാക്റ്റിൽ ഒപ്പുവെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ. ദ പൂന പാക്ട് എയിംഡ് അറ്റ് റെപ്രസെൻറ്റേഷൻ ഓഫ് ലോവർ കാസ്റ്റ്. അപ്പോൾ ലോവർ കാസ്റ്റുകളുടെ റെപ്രസെൻറ്റേഷനാണ് പൂന പാക്ട് വഴി എയിം ചെയ്തിരുന്നത്. ദ സിസ്റ്റം ഓഫ് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വാസ് റീപ്ലേസ്ഡ് ബൈ റിസർവേഷൻ ഓഫ് സീറ്റ്സ് ഫോർ ഡിപ്രസ്ഡ് ക്ലാസസ് വിത്ത് ദ പൂന പാക്ട്. അങ്ങനെ ഈ പൂന പാക്റ്റിനെ തുടർന്ന് സെപ്പറേറ്റ് ഇലക്ടറേറ്റ് എന്ന ആശയം മാറിയിട്ട് ഇവർക്ക് റിസർവേഷൻ സീറ്റുകൾ, നിലവിലുള്ള സ്ഥലങ്ങളിൽ തന്നെ സീറ്റ് റിസർവ് ചെയ്യാം എന്നുള്ള സിസ്റ്റത്തിലേക്ക് മാറി. സെപ്പറേറ്റ് ഇലക്ടറേറ്റ് വേണ്ട, പകരം ഇപ്പോൾ നിലവിലുള്ളതിൽ തന്നെ ഇവർക്ക് സീറ്റുകൾ റിസർവേഷൻ ചെയ്താൽ മതി എന്നുള്ള ധാരണയിൽ എത്തിച്ചേർന്നു. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ റൗണ്ട് ടേബിൾ കോൺഫറൻസ് ലണ്ടനിൽ വെച്ചാണ് റൗണ്ട് ടേബിൾ കോൺഫറൻസുകൾ നടന്നത്. 1930, 31, 32 വർഷത്തിലാണ്
ഈ റൗണ്ട് ടേബിൾ കോൺഫറൻസ് വിളിച്ചു കൂട്ടിയത് ആരായിരുന്നു? ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായ റംസെ മക്ഡൊണാൾഡ് ആയിരുന്നു. ഇത് ഔദ്യോഗികമായി ഇനാഗുറേറ്റ് ചെയ്തത് കിങ് ജോർജ് അഞ്ചാമനാണ്. നമ്മുടെ ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 2ാം വട്ടമേശ സമ്മേളനമാണ്. INC പങ്കെടുക്കാത്തത് 3ാം വട്ടമേശ സമ്മേളനത്തിലാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ആരൊക്കെയാണ്? BR അംബേദ്കർ, തേജ് ബഹദൂർ സപ്രു, അതുപോലെ MR ജയകാർ തുടങ്ങിയവരാണ്. പിന്നെ ഇതിന് മുന്നോടി 2ാം വട്ടമേശ സമ്മേളനത്തിന് മുന്നോടിയായിട്ടാണ് 1931 ഒരു ഗാന്ധി ഇർവിൻ പാക്ട് നിലവിൽ വരുന്നത്. ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും 1931 മാർച്ച് 5 ഇത് ഒപ്പുവെക്കുന്നതെന്ന് ഓർത്തിരിക്കുക. 2ാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ചീഫ് അഡ്വൈസർ ആയിരുന്നു മദൻ മോഹൻ മാളവ്യ. ദെൻ കമ്മ്യൂണൽ അവാർഡ് 1932 ആണ്. കമ്മ്യൂണൽ അവാർഡിനെ തുടർന്നാണ് പൂന പാക്ട് ഒപ്പുവെക്കുന്നത്. 1932 പൂന പാക്റ്റിൽ ഏർപ്പെട്ടത് ഗാന്ധിജിയും BR അംബേദ്കറുമാണ്. അവരുടെ സാന്നിധ്യത്തിൽ ഇത് ഒപ്പിട്ടതാരാണ്? സൈൻഡ് ബൈ മദൻ മോഹൻ മാളവ്യ. ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റും ഓഗസ്റ്റ് ഓഫറൊക്കെ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. ഇനി ഒരു 2-3 ക്ലാസ് കൂടെ ആകുമ്പോൾ ഇത് കംപ്ലീറ്റ് ആവും. ഓക്കെ, അപ്പോൾ മുൻപത്തെ ക്ലാസ്സുകളൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്തൊന്ന് നോക്കുക. HSIയുടെ ഫോൾഡർ ഒറ്റ ഫോൾഡറായിട്ട് ഇട്ടിട്ടുണ്ട്. അതിൽ PYQവും ഇന്ത്യൻ റിനൈസൻസ്, കേരള റിനൈസൻസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.